നമസ്കാരം. യുകെയിൽ പോയി നല്ല ജീവിതം കെട്ടിപ്പടുക്കണം എന്ന മലയാളികളുടെ സ്വപ്നത്തിൽ വിരാമമാവുകയാണ്. ബ്രിട്ടൻ വിസ ഫീസ് ഉയർത്തിയതാണ് മലയാളികൾക്ക് തിരിച്ചടിയായിരിക്കുന്നത്. ബ്രിട്ടനിൽ പോകാൻ അവസരം ലഭിച്ചാലും വിസയ്ക്കായി അടയ്ക്കേണ്ടി വരുന്ന ഫീസുകൾ താങ്ങാൻ ആവാത്തതിനാൽ ആർക്കും വരാൻ കഴിയാത്ത സാഹചര്യമാണ് സംജാതമാകുന്നത്. 3 മാസത്തെ സൗജന്യ താമസവും വിസ ഫീസും വിമാന ടിക്കറ്റും വരെ നൽകി നഴ്സുമാരെ റിക്രൂട്ട് ചെയ്തിരുന്ന സ്ഥാനത്താണ് ഒരാൾക്ക് വിസ കിട്ടണമെങ്കിൽ ഇപ്പോൾ ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വരും. ഇമിഗ്രേഷൻ സർചാർജ് കുത്തനെ കൂട്ടുകയും അത് സ്പോൺസർ ചെയ്യുന്ന തൊഴിലുടമകളുടെ ബാധ്യത ആക്കുകയും ചെയ്തതോടെ ഇനി ആരും സ്പോൺസർഷിപ്പിന് ധൈര്യം കാണിക്കില്ല എന്നാണ് സൂചന. ഇതോടെ ബ്രിട്ടനിൽ നിന്നു തന്നെ തൊഴിലാളികളെ നിയമിക്കുന്നതിനേക്കാൾ ഏറെ ചിലവാണ് തൊഴിലുടമകൾക്ക് വിദേശത്തു നിന്നും ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. ഇമിഗ്രേഷൻ സ്കിൽഡ് ചാർജ് ഉൾപ്പെടെയുള്ളവ നിർബന്ധമായും അടയ്ക്കേണ്ട വിസയുമായി ബന്ധപ്പെട്ട നിരക്കുകൾ വർദ്ധിക്കും എന്നതിന് പുറമെ സ്കിൽഡ് വിസയ്ക്കായുള്ള മിനിമം ശമ്പള പരിധി 38,700 പൗണ്ട് ആക്കിയതും തൊഴിലുടമകൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. സ്പോൺസർ ലൈസൻസ് ഫീസ്, അഡ്മിനിസ്ട്രേഷൻ ചെലവുകൾ, നഴ്സുമാർ ഒഴിച്ചുള്ളവർക്ക് ഇമിഗ്രേഷൻ ഹെൽത്ത് ചാർജ് തുടങ്ങിയ അധിക ചെലവുകളും കൂടി പരിഗണിക്കുമ്പോൾ ബ്രിട്ടീഷ് വ്യവസായ സ്ഥാപനങ്ങൾ വിദേശ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ രണ്ടാമതൊന്നുകൂടി ചിന്തിക്കും എന്ന് ഉറപ്പാണ്. പൊതുവരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി ബ്രിട്ടനിലുള്ള തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ പുതിയ നയം പക്ഷേ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള നിരവധി വിദേശികളുടെ UK ജീവിതം എന്ന സ്വപ്നത്തിന് വിലങ്ങുതടിയാവുകയാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പ്രതീക്ഷിച്ചിരുന്ന ഈ മാറ്റം ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല പല ബിസിനസ് സ്ഥാപനങ്ങളും ഇതിന്റെ ചൂട് ഉടനടി അനുഭവിച്ചു തുടങ്ങും എന്നാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2025 ഡിസംബർ 16 യുകെയിൽ ഇമിഗ്രേഷൻ സ്കിൽഡ് ചാർജിൽ 32% വർധനവാണ് വരുത്തിയത്. വലിയ സ്പോൺസർമാർക്ക് ഇത് പ്രതിവർഷം 1320 പൗണ്ടും ചെറിയ സ്പോൺസർമാർക്ക് ചാരിറ്റികൾക്കും ഇത് പ്രതിവർഷം 480 പൗണ്ടുമാണ്. സ്കിൽഡ് വർക്കർ വിസ, ഗ്ലോബൽ ബിസിനസ് മൊബിലിറ്റി വിസ എന്നിവയ്ക്കായി അപേക്ഷിക്കുമ്പോൾ ഈ ചാർജ് ബാധകമാകും. നേരത്തെ ഈ ചാർജുകൾ യഥാക്രമം 1000 പൗണ്ട്, 364 പൗണ്ട് എന്നിങ്ങനെയായിരുന്നു. ദീർഘകാലത്തേക്കാണ് സ്പോൺസർ ചെയ്യുന്നത് എങ്കിൽ ഇത് വലിയൊരു തുകയായി മാറും. ഉദാഹരണത്തിന് 5 വർഷത്തേക്കുള്ള സ്കിൽഡ് വർക്ക് വിസയ്ക്ക് ഒരു വലിയ സ്ഥാപനത്തിന് ISC മാത്രം 6600 പൗണ്ടായി നൽകേണ്ടി വരും. സ്പോൺസർ സർട്ടിഫിക്കറ്റ് അസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ തുക പൂർണ്ണമായും മുൻകൂറായി തന്നെ നൽകേണ്ടതായും വരും. പണപ്പെരുപ്പ നിരക്കനുസരിച്ച് വരുത്തിയ ഒരു വർധനവ് മാത്രമായി ഇതിനെ കാണാനാകില്ല എന്നാണ് തൊഴിൽ വിപണിയുമായി ബന്ധപ്പെട്ട വിദഗ്ധരുടെ അഭിപ്രായം. ഇമിഗ്രേഷൻ സ്കിൽഡ് ചാർജ് അഥവാ ISC വർദ്ധിപ്പിക്കുക വഴി സർക്കാർ വ്യവസായ സ്ഥാപനങ്ങൾക്ക് വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത്. വിദേശ തൊഴിലാളികളെ ജോലിയിൽ നിയമിക്കുന്നത് തദ്ദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിലും ചെലവേറിയ കാര്യമാകും എന്ന ആ സന്ദേശം. സ്പോൺസർഷിപ്പ് ഇപ്പോൾ സ്ഥാപനങ്ങളുടെ ചെലവിനെയും ബാധിക്കുന്ന കാര്യമായി മാറിയിരിക്കുകയാണ്. സാങ്കേതിക വിദ്യ, കെയർ, എഞ്ചിനീയറിംഗ്, കെട്ടിട നിർമ്മാണം, ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ മേഖലകൾ നിരവധി തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യേണ്ട ആവശ്യം സംജാതമാകുമ്പോൾ തീർച്ചയായും ഇത് സ്ഥാപനങ്ങളുടെ ബഡ്ജറ്റിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറും. 2025 ഡിസംബർ 16 മുതൽ അസൈൻ ചെയ്യുന്ന ഏതൊരു സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റിനും ഈ വർദ്ധിച്ച നിരക്ക് ബാധകമാകും. ഇമിഗ്രേഷൻ സ്കിൽഡ് ചാർജ് തൊഴിലാളികളിൽ നിന്നും ഈടാക്കരുത് എന്ന നിയമം അനുശാസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിലുടമയ്ക്ക് വൻ ഭാരമായിരിക്കും ഇത് ഉണ്ടാക്കുക. ഇതോടെ പല തൊഴിലുടമകളും മാറി ചിന്തിച്ചു തുടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.